എക്സാം തകർത്ത് എഴുതാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ഒരു ചോദ്യം, അതായത് നമുക്കറിയാം ആനുവൽ എക്സാമിന് ഫസ്റ്റ് മുതലേ ഉള്ള ചാപ്റ്ററുകളിൽ നിന്ന് ചോദ്യം വരും. അങ്ങനെ ആദ്യം മുതലേ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് മിസ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ചോദ്യം നോക്കിയാലോ? ചോദ്യം ഇങ്ങനെയാണ്. ഇവിടെ നോക്കുക, 1, 1+3, 1, 3, 5 ഇങ്ങനെ ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ് കൂട്ടിയിട്ടാണ്. റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ്. അടുത്ത 2 വരി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോ, 1, 1+3, 4, 1, 3, 5, 9. അടുത്ത 2 വരി എഴുതണം. അപ്പൊ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക. ഇവിടെ 1 ആണ്, ഇവിടെ 1ഉം 3ഉമാണ്. 1ഉം 3ന്റെയും പ്രത്യേകത എന്താ? അവർ ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സ് ആണ്. 1, 3, 5 അല്ലേ, അതും ഒറ്റ സംഖ്യകളാണ്. അപ്പൊ അടുത്ത ആരൊക്കെ ആയിരിക്കും? 1+3+5 ഓക്കെ 7. 1ഉം 3ഉം 5ഉം 7ഉം കൂട്ടിയാൽ നമുക്ക് 16 എന്ന് വരും. അടുത്തത് ആരാണ്? 1+3+5+7+9. അപ്പൊ എന്ത് വരും? 25 എന്ന് വരും അല്ലേ? 2 വരി എഴുതാൻ പറഞ്ഞു, നമ്മൾ 2 വരി എഴുതി. അടുത്ത ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഇൻ ദ 6th ലൈൻ? ഓക്കെ, ഇത് 1ാമത്തെ വരി, 2, 3, 4, 5. 6ാമത്തെ വരിയിലെ ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? ഇതാണ് ചോദ്യം. തുക എത്രയാണ്? അടുത്ത വരിയിലെ സംഖ്യകളുടെ തുക എത്രയാണ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വരി എഴുതാം. 1+3+5+7+9+ എത്ര വരും? 11. എത്രയാ? 36. 36. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം 36 ആണ്. ഇനി നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കണം. ഇവിടെ ഒരു ഓഡ് നമ്പർ കൂട്ടി, ഇവിടെ 2 ഓഡ് നമ്പർ, 2 ഒറ്റ സംഖ്യ കൂട്ടിയപ്പോൾ 2 × 2 കിട്ടി. 3 ഒറ്റ സംഖ്യ കൂട്ടിയപ്പോൾ 3 × 3 കിട്ടി. 3 × 3 9 അല്ലേ? 4 ഒറ്റ സംഖ്യ കൂട്ടിയപ്പോൾ 4 × 4 16 കിട്ടി. 5 ഒറ്റ സംഖ്യ കൂട്ടിയപ്പോൾ 5 × 5 25 കിട്ടി. ഇനി 6 ഒറ്റ സംഖ്യ കൂട്ടുമ്പോൾ 6 × 6 36 കിട്ടും. ഇനി ആദ്യത്തെ 7 ഒറ്റ സംഖ്യകളാണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ 7 × 7 49 ആണ് കിട്ടുക. അതായത് ഇനി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ഉത്തരം പറയാനായിട്ട് പറ്റും. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടുത്ത ചോദ്യം നോക്കിയോ. 400 ലഭിക്കാൻ 1, 3, 5 എന്നിങ്ങനെ എത്ര ഒറ്റ സംഖ്യകൾ ചേർക്കണം? ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലൈക്ക് 1, 3, 5 ആർ ആഡഡ് ടു ഗെറ്റ് 400? 400 കിട്ടണം. നമുക്കറിയാം ഒരു ഒറ്റ സംഖ്യ കൂട്ടുമ്പോൾ 1 തന്നെ, 2 ഒറ്റ സംഖ്യ കൂട്ടുമ്പോൾ 2 × 2 കിട്ടും. 3 ഒറ്റ സംഖ്യ കൂട്ടുമ്പോൾ എത്ര വരും? 9 വരും. അതായത് 3 × 3 വരും. 4 ഒറ്റ സംഖ്യ കൂട്ടുമ്പോൾ 5, 7. 4 ഒറ്റ സംഖ്യ കൂട്ടുമ്പോൾ എത്ര വരും? 16 വരും. അത് 4 × 4 ആണ് അല്ലേ? ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് കിട്ടേണ്ട തുക എന്ന് പറഞ്ഞാൽ 400 ആണ്. കൂട്ടി കിട്ടേണ്ടത് 400 ആണ്. എത്ര ഒറ്റ സംഖ്യകൾ കൂട്ടണം? ഇവിടെ 1+3+5+ എത്ര എണ്ണം കൂട്ടണം എന്നാണ് ചോദ്യം. 400 കിട്ടണമെങ്കിൽ എത്ര ഒറ്റ സംഖ്യ? ഇവിടെ നോക്കിയേ, 4 കിട്ടണമെങ്കിൽ 2 ഒറ്റ സംഖ്യ, 9 കിട്ടണമെങ്കിൽ 3 ഒറ്റ സംഖ്യ, 16 കിട്ടണമെങ്കിൽ 4 ഒറ്റ സംഖ്യ. ഇപ്പൊ 400 കിട്ടണമെങ്കിലോ? 400 എന്ന് പറഞ്ഞാൽ 20 × 20 അല്ലേ? ഇത് നിങ്ങൾക്ക് അറിയണം കേട്ടോ. 400 എന്ന് പറഞ്ഞാൽ 20 × 20 അല്ലേ? അതിനർത്ഥം 20 ഓഡ് നമ്പേഴ്സ് കൂട്ടണം. 20 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 400 എന്ന് കിട്ടും. 20 ഒറ്റ സംഖ്യകൾ കൂട്ടണം. ഇത്രേ ചെയ്യാനുള്ളൂ. ഇത് പല രീതിയിലായിരിക്കും എൻ്റെ കുഞ്ഞുമക്കളോട് ചോദിക്കുക. അപ്പൊ എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഉത്തരം കൃത്യമായിട്ട് പറയണം അല്ലേ? എങ്ങനെ ചോദിച്ചാലും ഇതിന്റെ എല്ലാത്തിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പറയണം. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വർഷം ഒരു ടെൻഷനും ഇല്ലാതെ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാനായിട്ട് വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, വജ്ര ബാച്ചിൽ ഇപ്പോൾ ഓഫർ ഉണ്ട്. ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഏപ്രിൽ വരെ. അപ്പോൾ ഇനി ഒരു ചാൻസ് നമുക്ക് കിട്ടാനില്ല. വേഗം ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് ആദ്യം മുതലേ നമുക്ക് എന്ത് ചെയ്യാം? വജ്ര ബാച്ചിൽ പഠിച്ചു തുടങ്ങാം.